മലയാളത്തിലെ ഏറ്റവും സീനിയർ ആക്ടേഴ്സ് മുതൽ ഏറ്റവും ന്യൂ കമേഴ്സ് ആയിട്ടുള്ള ആളുകൾ വരെ ലാലേട്ടൻ ഒരുപാട് കോമ്പിനേഷൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇദ്ദേഹത്തിനോട് കോമ്പിനേഷൻ ചെയ്തു. അപ്പം അതിനകത്ത് ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ബോണ്ട് ഫീൽ ചെയ്യും നിങ്ങൾ തമ്മിൽ. ഇപ്പം ലാലേട്ടൻ്റെ കൂടെ ആക്ട് ചെയ്യുന്ന ആളുടെ ലാലേട്ടൻ അത്രയും ബോണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു മാജിക് എന്താണ്? ഇപ്പോൾ റീസെൻ്റ്ലി സംഗീതമായിട്ടായാലും പണ്ട് മുതൽ ജഗതി ചേട്ടൻ, തിലകൻ ചേട്ടൻ, അങ്ങനെ വലിയ ലെജൻസിൻ്റെ കൂടെ ഉൾപ്പെടെ കിടിലായിട്ട് ബോണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു മാജിക് എന്താണ് ശരിക്കും? ഇത് അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അപ്പം എൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ, when I was doing films with the big actors like Prem Nasi sir or Shivaji Ganeshan sir or Amitabh Bachchan or Rajkumar sir or Nagesh Rao sir, the kind of love and affection they showed it to me, that was a lesson to me, and I have to carry that legacy and I am just giving to them. അതാണ് എൻ്റെ കറക്റ്റ്. അല്ലാതെ അവരെങ്ങനെയാണ് എന്നെ കണ്ടിരുന്നത്, എന്നെ എത്ര നന്നായിട്ടാണ് അവർ സ്നേഹിച്ചിരുന്നത്, എത്ര നന്നായിട്ടാണ് അവർ ഒരു സിനിമയിലേക്ക് പുതുതായിട്ട് പോകുന്ന ഒരു ന്യൂ ആക്ടർ എന്നുള്ള രീതിയിൽ അവർ നമ്മളെ ഒരു തരത്തിലും ഒരു പുതിയ ആക്ടറാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. ദേ ഹാവ് ഗിവൺ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട് ടു മീ. സോ ഇറ്റ് ഈസ് മൈ റൈറ്റ് ആൻഡ് ഇറ്റ് ഈസ് മൈ, എന്താ പറയേണ്ടത്, എൻ്റെ ധർമ്മമായിട്ട് ഞാൻ കാണുന്നു. എൻ്റെ കൂടെയുള്ള കൊളീഗ്സുമായിട്ട് ഏറ്റവും നന്നായിട്ട് സിനിമ ചെയ്യുക, അങ്ങനെ ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെയായിരുന്നു എന്നുള്ളത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരടുത്ത് ചോദിച്ചാലേ അറിയുള്ളൂ. എനിക്ക് എൻ്റെ ധർമ്മത്തിനെ കുറിച്ചാണ് പറയുള്ളൂ. ഇത് ഐ കൺസിഡർ ഇറ്റ് ആസ് മൈ റൈറ്റ് ടു വർക്ക് വെരി ഓണസ്റ്റ്ലി വിത്ത് മൈ കൊളീഗ്സ്. അതാണ് എൻ്റെ സത്യം. ലാലേട്ടനകത്ത് ഏറ്റവും ഹാർട്ട്ഫുള്ളായിട്ട് ഫീൽ ചെയ്ത് ഏതൊരു കോമ്പിനേഷൻ ആയിരിക്കും? ഏറ്റവും എക്സ്ട്രീമിലി നല്ലൊരു മെമ്മറി ആയിട്ട് കിടക്കുന്നത് ഏതായിരിക്കും? എല്ലാ കോമ്പിനേഷനും എനിക്ക് മെമ്മറി തന്നെയാണ്. ഒരാളെ എടുത്ത് പറയാൻ പറ്റില്ല. ഓരോ സിനിമ അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ ഋഷഭയെക്കുറിച്ചല്ലേ സംസാരിക്കുന്നത്. ഋഷഭയിൽ നല്ല വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് സീക്വൻസുകളുണ്ട്. നമുക്ക് മെമ്മറിയിൽ ഇപ്പോൾ ഓടിയെത്തുന്നത് ഋഷഭയിലെ സീനുകളാണ്.